വന്നിരിക്കുന്ന ഒരു അഡോർ ഐറ്റമാണ്. ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലാക്കാവുന്നത് ചക്കക്കുരുവാണ് കേട്ടോ. ഇന്നത്തെ പ്രധാന താരം ചക്കക്കുരുവിൻ്റെ കൂടെ കോസ്റ്റാറായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഉണക്ക ചെമ്മീനാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടിപൊളി കറിയാണ്. ചക്കക്കുരു ആദ്യമേ റെഡിയാക്കിയതിന് ശേഷം അതിന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആദ്യമേ അതിന് ഒരുപാട് പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നീട് ചേർക്കാനുണ്ട്. പിന്നീട് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി എടുത്ത ചെമ്മീനാട്ടോ, ഉണക്ക ചെമ്മീനാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ പറഞ്ഞില്ലേ ഇനിയും വേണ്ടി വരും പൊടി എന്ന് ഇവിടെയാണ് കേട്ടോ. ഇനി ഇതിനെ നല്ല വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനോട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. ഈ കറിക്ക് ഇത്തിരി പുളി മുന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതിൻ്റെ അകത്തേക്ക് ആ മാങ്ങയും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് വേണമെങ്കിൽ പൊട്ടിച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്തെടുത്താലും മതി കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതാണ്. ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് വളരെ നല്ലത്. അല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി. വെറും ചെമ്മീൻ കറിയല്ല, ഉണക്ക ചെമ്മീൻ കറി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഇതിനു മുമ്പ് അമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ സാധനം ഉണ്ടാക്കി നോക്കാനും മറക്കണ്ട. ബൈ ബൈ.